ഹായ് ഓൾ, മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡയറി ഫാം ഇൻസ്ട്രക്ടർ കോഴ്സിൽ സുവോളജിയിൽ ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ അതിൽ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. ഹെൽത്ത് ആൻഡ് ഡിസീസ് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഡിസോർഡേഴ്സ്, മലേറിയ, ഫൈലേറിയാസിസ്, അസ്കാരിയാസിസ്, ടൈഫോയിഡ്, ന്യൂമോണിയ, കോമൺ കോൾഡ്, അമീബിയാസിസ് ആൻഡ് റിംഗ് വേം ഡിസോർഡേഴ്സ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഫാസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, പാരസൈറ്റ്സ് കോസിങ് ഹ്യൂമൻ ഡിസോർഡേഴ്സ്, ഏകദേശം 8 ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസീസസ് ആണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? മലേറിയ, ഫൈലേറിയാസിസ്, ആസ്കാരിയാസിസ്, ടൈഫോയിഡ്, ന്യൂമോണിയ, കോമൺ കോൾഡ്, അമീബിയാസിസ് ആൻഡ് റിംഗ് വേം. അതായത് ബാക്ടീരിയൽ ഡിസോർഡേഴ്സ്, വൈറൽ ഡിസോർഡേഴ്സ്, അതുപോലെ പ്രോട്ടോസോവൽ ഡിസോർഡേഴ്സ്, വേം ഡിസീസസ് ഡ്യൂ ടു വേംസ്, ഡിഫറെൻറ്റ് വേംസ്, ഫംഗൽ ഡിസീസസ്. ഇത്രയാണ് നമുക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്, അല്ലേ? ഇത് നമ്മുടെ +2 ബയോളജിയിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് വൺ, എന്താണ് ഡിസീസ് നോക്കാം. എന്താണ് ഡിസീസ് എന്ന് പറയുന്നത്? നമുക്ക് ബോഡിയിൽ ഹെൽത്തി അല്ലാത്ത അവസ്ഥ, അല്ലെ, അൺഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ ഡിസീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്തൊക്കെ കാരണം കൊണ്ടാകാം? ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ മാൽഫങ്ഷൻസ് കാരണമാകാം, ജനറ്റിക് ഡിഫക്ട്സ് ആകാം, അതുപോലെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടാകാം, പാത്തോജൻസ് ആയിട്ടുള്ള എക്സ്പോഷർ കാരണമാകാം. ഇതൊക്കെ കാരണം എന്തുണ്ടാകും? നമ്മുടെ ബോഡിയുടെ ആ ഹോമിയോസ്റ്റാസിസിന് മാറ്റം വരുന്നു, ഒരു അൺഹെൽത്തി സിറ്റുവേഷനിലോട്ട് മാറുന്നു. ഇതിനെയാണ് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസീസ് എന്താ സംഭവിക്കുന്നത്? ഡ്യൂ ടു ദീസ് റീസൺസ് ഹോമിയോസ്റ്റാസിസ് ഓഫ് ദ ബോഡി ഗെറ്റ് ഡിസ്റപ്റ്റഡ് ആൻഡ് റിസൾട്ട്സ് ഇൻ ഡിസീസ്. ആൻഡ് ഡിസീസസിനെ നമുക്ക് അക്വേർഡ് ഡിസീസസ് എന്നും അതുപോലെ തന്നെ ഇൻഹെറിറ്റഡ് ഡിസോർഡേഴ്സ് എന്നും വിളിക്കാം. എന്താണ്? സംടൈംസ് ഡിസീസ് ക്യാൻ ബി ഇൻഹെറിറ്റഡ്, അല്ലെ? നമ്മൾ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരൻസിൽ നിന്ന് ഓസ്പ്രിങ്ങിലോട്ട് പാസ് ചെയ്ത് വരുന്ന ഡിസീസസ് ഉണ്ട്, അതിനെയാണ് ഇൻഹെറിറ്റഡ് എന്ന് പറയുന്നത്. ആൻഡ് മെജോറിറ്റി ഓഫ് ദ ഡിസീസസ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ അക്വേർഡ്, അല്ലെ? നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എക്സ്പോഷർ കാരണം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ കാരണം അക്വയർ ചെയ്യപ്പെടുന്നതാണ്, നമുക്ക് കിട്ടും. അതിനെയാണ് അക്വേർഡ് ഡിസീസസ് എന്ന് പറയുന്നത്. എന്താണ് അക്വേർഡ് ഡിസീസസ്? ഡിസീസസ് വിച്ച് ഒക്കർ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് വൺസ് ലൈഫ് ആർ കോൾഡ് അക്വേർഡ് ഡിസീസസ്. ആൻഡ് അതിൻ്റെ കോസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആകാം, പാത്തോജൻസ്, ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ ഡിസീസസിന് കാരണമാകാം. ആൻഡ് ദ അക്വേർഡ് ഡിസീസസ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 2 കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസോർഡേഴ്സ്. എന്താണ് അക്വേർഡ് ഡിസീസസ് എന്ന് പറഞ്ഞാൽ? ഒരു ഇൻഡിവിജ്വല് അയാളുടെ ലൈഫ് ടൈമിൽ ഇത്തരത്തിലുള്ള എന്താണ് ലൈഫ് സ്റ്റൈൽ കൊണ്ടോ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ പാത്തോജൻ എക്സ്പോഷർ കൊണ്ടോ അക്വയർ ചെയ്യുന്ന ഡിസീസസ് ആണ് അക്വേർഡ് ഡിസീസസ് എന്ന് വിളിക്കാം. ആൻഡ് ഈ അക്വേർഡ് ഡിസീസസിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വിളിക്കാം? എന്താണ് കമ്മ്യൂണിക്കബിൾ? അതാ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. എന്താണ്? പകരുന്ന അസുഖങ്ങൾ. ഇപ്പം നമ്മൾ പറയാം ഫ്ലൂ, കൊറോണ, ചിക്കൻ ബോക്സ്, ഇതൊക്കെ എന്താ സംഭവം? കൺജക്റ്റിവിറ്റീസ് എന്നൊക്കെ പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരും, അല്ലേ? അതിനെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വിളിക്കാം. നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താ? പകരാത്തത്. ഫോർ എക്സാമ്പിൾ ഹൈപ്പർ ടെൻഷൻ പകരുമോ? ഇല്ല. ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ പകരുമോ? ഇല്ല. കിഡ്നി ഡിസോർഡേഴ്സ് പകരുമോ? ഇല്ല. ക്യാൻസർ, ഇതൊന്നും ഒരാളിൽ നിന്ന് മറ്റൊരു ഇൻഡിവിജ്വലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യില്ല. ഇത്തരത്തിലുള്ള ഡിസോർഡേഴ്സിനാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇതൊക്കെ എക്സാമ്പിൾ ക്യാൻസർ, ഡയബറ്റീസ്, BP, കിഡ്നി ഡിസോർഡേഴ്സ് ഒക്കെ. ദെൻ കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. എന്തൊക്കെയാണത്? ഡെങ്കി ഫീവർ, ജോണ്ടിസ്, എയ്ഡ്സ്, കൺജക്റ്റിവിറ്റീസ്, ചിക്കൻ ബോക്സ്, ഇതൊക്കെ എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. അപ്പോൾ എക്സാമ്പിൾ വെച്ച് പഠിക്കുക. സോ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ ഡിസീസസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതർ. ഒരു പേഴ്സണിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസിനെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വിളിക്കുക. ആൻഡ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് തന്നെ ഇഫ് ഇറ്റ് ഇസ് spread from one country to other country or one continent to other continent and affect a large number of people, ഒരുപാട് ഇൻഡിവിജ്വലിനെ ഒരു കുറഞ്ഞ ടൈം കൊണ്ട് അഫക്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെയാണ് നമ്മൾ പാൻഡമിക്സ് എന്ന് വിളിക്കുക. എന്താണ്?
പാൻഡമിക്സ്. അതിന് എക്സാമ്പിൾ ആണ് സ്മോൾ പോക്സ്, ട്യൂബർക്ലോസിസ്, അതുപോലെ പ്ലേഗ്, COVID-19 എന്നൊക്കെ പറയുന്നത് പാൻഡമിക്സ് ആണ്. ദേ ആർ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതർ പേഴ്സൺ ഓർ വൺ ഇൻഡിവിജ്വൽ ടു other individual, but it affects a large people in a short time and it spreads from one country to other country. അതുകൊണ്ടാണ് അതിനെ പാൻഡമിക് എന്ന് വിളിക്കുക. ആൻഡ് വാട്ട് ആർ പാത്തോജൻസ്? ഇങ്ങനെ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഓർഗാനിസം, ആൻഡ് ദേ ആർ എസ്പെഷ്യലി മൈക്രോ ഓർഗാനിസംസ് വിച്ച് കോസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതിനെയാണ് പാത്തോജൻസ് എന്ന് വിളിക്കുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫഞ്ചൈ. ഇത് നമുക്ക് നേക്കഡ് ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. ദേ ആർ മൈക്രോസ്കോപ്പിക്. അതുകൊണ്ടാണ് അതിനെ മൈക്രോ ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് വിച്ച് കോസ് ഡിസീസസ് ആർ കോൾഡ് പാത്തോജൻസ്. എങ്ങനെയൊക്കെയാണ് ഈ ഡിസീസസ് ട്രാൻസ്മിഷൻ? കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് മറ്റൊരു ഇൻഡിവിജ്വലിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ എങ്ങനെ? ദ മോഡ്സ് ഓർ ദ വേസ് ഇൻ വിച്ച് ദീസ് ഡിസീസസ് ട്രാൻസ്മിറ്റ് നോക്കാം. ബൈ കോണ്ടാക്ട്, അല്ലേ? കോണ്ടാക്ട് വഴി, അവരുപയോഗിച്ച പാത്രങ്ങൾ, ഡ്രസ്സൊക്കെ വഴി, അല്ലെന്നുണ്ടെങ്കിൽ ഹാൻഡ് ടു ഹാൻഡ് ഷേക്കിംഗ് ഒക്കെ വഴി, ബൈ കോണ്ടാക്ട് എന്ത് ചെയ്യാം? ഡിസീസസ് സ്പ്രെഡ് ചെയ്യാം. അതുപോലെ ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴി ഹെപ്പറ്റൈറ്റിസ് പോലുള്ളതൊക്കെ പകരും. ദെൻ ത്രൂ കഫ് ആൻഡ് സ്നീസിങ്, അല്ലെ? കഫും സ്നീസിങ്ങും ഒക്കെ വഴി ആ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ഒക്കെയുള്ള എയറോസോൾസ് ലിബറേറ്റ് ചെയ്യും, അതുവഴി സ്പ്രെഡ് ആകാം. അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെന്റ്സ് വഴി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ത്രൂ വെക്ടേഴ്സ്, അല്ലേ? മൊസ്കിറ്റോ വെക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പെറ്റ്സ് വഴി, ദെൻ ബാറ്റ്, ഇതൊക്കെ വഴി പലതരത്തിലുള്ള വെക്ടേഴ്സ് വഴി ഡിസീസസ് വരാം. ദെൻ ത്രൂ ക്ലോത്ത്സ് നമുക്ക് ഡിസീസസ് വരാം. നോക്കുക എങ്ങനെയാണ് ഈ പാത്തോജൻസ് അഥവാ മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യുന്നതെന്ന്. മെയിൻലി അതിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ത്രൂ വെക്ടേഴ്സും നോട്ട് ത്രൂ വെക്ടേഴ്സും. വെക്ടേഴ്സ് വഴി വരുന്ന അസുഖങ്ങളും ഉണ്ട്, അതല്ലാതെ വെക്ടേഴ്സ് ഒന്നും ഇല്ലാതെ വരുന്ന അസുഖങ്ങളും ഉണ്ട്. ത്രൂ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? there are some organism which carry these microorganism, അല്ലേ? ഈ മൈക്രോ ഓർഗാനിസത്തിനെ ക്യാരി ചെയ്യുന്ന ഓർഗാനിസംസ് ഉണ്ടാകും. അത് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് അസുഖങ്ങൾ വരാം. അത്തരത്തിൽ ഡിഫറെൻറ്റ് വെക്ടേഴ്സ് ആണ് മൊസ്കിറ്റോ, ഹൗസ് ഫ്ലൈ, ഹ്യൂമൻസ്, ബേർഡ്സ്, ഇതൊക്കെ വെക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നോക്കാം, മൊസ്കിറ്റോ വെക്ടേഴ്സ് വഴി വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? ഡെങ്കി ഫീവർ, മലേറിയ, ചിക്കുൻഗുനിയ, ഇതൊക്കെ എന്താണ് അവിടെ വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്? മൊസ്കിറ്റോ ആണ്. ആൻഡ് ഹൗസ് ഫ്ലൈ വഴിയാണ് കോളറ, ഡയേറിയ തുടങ്ങിയ അസുഖങ്ങളൊക്കെ വരിക. ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് ലെപ്രസി, കൺജക്റ്റിവിറ്റീസ് ഒക്കെ. ദെൻ ബേർഡ്സ് വഴിയാണ് ബേർഡ് ഫ്ലൂ ഒക്കെ സ്പ്രെഡ് ആകുന്നത്. ദെൻ നോട്ട് ത്രൂ വെക്ടേഴ്സ് വഴി അല്ലാതെ പകരുന്നത്, അതായത് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴിയാകാം, അതുപോലെ ത്രൂ സോയിൽ ആകാം, ത്രൂ എയർ ഒക്കെ ആകാം. ത്രൂ സോയിലാണ് വേം ഡിസീസസ്, ഓക്കെ, അതായത് ടെറ്റനസ്, വേം ഡിസീസ് ഒക്കെ. ദെൻ ത്രൂ എയർ ആണ് ട്യൂബർക്ലോസിസ്, ചിക്കൻ ബോക്സ്, അല്ലേ? ഇതൊക്കെ എങ്ങനെയാണ്? എയർ വഴിയാണ് പാസ് ചെയ്യുന്നത്. ത്രൂ വാട്ടർ ആൻഡ് ഫുഡ് വഴിയാണ് ടൈഫോയിഡ്, ജോണ്ടിസ് ഒക്കെ സ്പ്രെഡ് ആകുന്നത്. ദെൻ നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസസ്, അതിൻ്റെ കോസേറ്റീവ് ഏജൻസ്, സിംറ്റംസ്, എഫക്ട്സ് ഒക്കെയാണ് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുക. നോക്കുക, ഫസ്റ്റ് വൺ ഈസ് ടൈഫോയിഡ് ഫീവർ, അല്ലേ? ടൈഫോയിഡ് ഫീവർ അതിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ടെസ്റ്റ് ആണ് വൈഡൽ ടെസ്റ്റ്. അപ്പോൾ വൈഡൽ ടെസ്റ്റ് ഓർത്തിരിക്കുക, എന്തിനു വേണ്ടിയിട്ടാണ്? ടൈഫോയിഡ് ഫീവർ കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. ദെൻ ഈ ടൈഫോയിഡ് ഫീവറിൻ്റെ കോസേറ്റീവ് ഏജൻറ്റ് എന്ന് പറയുന്നത് സാൽമണല്ല ടൈഫി. ആരാണ്? സാൽമണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഇതിന് കാരണം, ടൈഫോയിഡ് ഫീവറിന് കാരണം. അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് സസ്റ്റെയിൻഡ് ഹൈ ഫീവർ ആയിരിക്കും, വീക്ക്നെസ്, സ്റ്റൊമക് പെയിൻ, ഇതൊക്കെ വരാറുണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് ന്യൂമോണിയയ്ക്ക് കാരണം സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, അതുപോലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞ രണ്ട് ബാക്ടീരിയ. ഇതൊക്കെയാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറഞ്ഞ സ്ട്രെയിനും ഉണ്ട്, അതുപോലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. ഇത് രണ്ടും എന്തിന് കാരണമാകും? ന്യൂമോണിയയ്ക്ക് കാരണമാകും. ഇവിടെ സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവർ, ചിൽസ്, കഫ്, ഹെഡേക്ക് ഒക്കെ ആയിരിക്കും. ഇവിടെ എഫക്റ്റ് എന്ന് പറയുന്നത് ആൽവിയോള ഗെറ്റ്സ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ്, അപ്പോൾ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. നെക്സ്റ്റ് കോമൺ കോൾഡിന് കാരണം വൈറസ് ആണ്, മെയിൻലി റൈനോ വൈറസ്. അതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ? കോൾഡ്, അല്ലേ? നമുക്കറിയാം എന്തൊക്കെയാ? നേസൽ കൺജഷൻ ഉണ്ടാകും, ഡിസ്ചാർജ് ഉണ്ടാകും, സോർ ത്രോട്ട്, കഫ് ഉണ്ടാകും, ഹെഡേക്ക് ഒക്കെയാണ്. ദെൻ ഇഫക്ട്സ് എന്ന് പറയുന്നത് നോസ് ഇൻഫെക്ഷൻ, അതുപോലെ റെസ്പിറേറ്ററി പാസേജിലൊക്കെ ആയിരിക്കും മെയിനായിട്ട് ഇൻഫെക്ഷൻ വരുന്നത്. നെക്സ്റ്റ് ഈസ് മലേറിയയുടെ കോസേറ്റീവ് ഏജൻറ്റ് എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ആണ്.
പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, ഇങ്ങനെ 3 സ്ട്രെയിൻ എന്തിന് കാരണമാകുന്നുണ്ട്? മലേറിയയ്ക്ക് കാരണമാകുന്നുണ്ട്. ദെൻ അവിടെ സിംറ്റംസ് എന്ന് പറയുന്നത് ഹൈ ഫീവർ ആയിരിക്കും, അതുപോലെ വിറ ഉണ്ടാകും, ചിൽസ് ഉണ്ടാകും, റിക്കറിങ് 3 to 4 days കഴിയുമ്പോൾ ഇതിങ്ങനെ റിക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടെ പാരസൈറ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ബോഡിക്കകത്ത് നടന്ന് അതൊരു ടോക്സിൻ റിലീസ് ചെയ്യും, ഹെമറ്റോക്സിൻ എന്ന് പറഞ്ഞിട്ട്. അത് കാരണമാണ് റിക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ ചിൽസ് അല്ലെങ്കിൽ ഫീവർ വന്നുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് ഈസ് അമീബിയാസിസ് ഓർ അമീബിക് ഡിസെൻട്രി എന്ന് പറയും. എന്താണ് അമീബിയാസിസ് ഓർ അമീബിക് ഡിസെൻട്രി? അതിന് കാരണമായിട്ട് പറയുന്നത് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയാണ്. അവിടെ സിംറ്റംസ് ആയിട്ട് വരുന്നത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും, അബ്ഡോമിനൽ പെയിൻ, ക്രാംസ്, സ്റ്റൂൾ വിത്ത് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്. ഇതും ഇൻറ്റസ്റ്റൈനെയാണ് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ദെൻ അസ്കാരിയാസിസ്, അതിന് കാരണമായിട്ട് വരുന്നത് അസ്കാരിസ് ആണ്. ഇൻറ്റേർണൽ ബ്ലീഡിങ്, മസ്കുലാർ പെയിൻ, ഫീവർ, അനീമിയ ഒക്കെ ഉണ്ടാകും. ദെൻ എലഫൻറ്റിയാസിസ് ഓർ ഫൈലേറിയാസിസ് ഇവിടെ കോസറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് ഉച്ചറേറിയ, ബാൻക്രോഫ്റ്റി അഥവാ ഫൈലേറിയൽ വേം എന്നൊക്കെ പറയും. ഫൈലേറിയൽ വേം ഇവിടെ ലിംഫ് നോഡ്സിനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുക. ഇൻഫ്ലമേഷൻ ഓഫ് ദ ലോവർ ലിംബ്, ജനൈറ്റൽ ഓർഗൻസ് ഒക്കെ, ലിംഫാറ്റിക് വെസൽസ് ഓഫ് ദ ലോവർ ലിംസ് ഗെറ്റ് ബ്ലോക്ക്ഡ്. ദെൻ ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി ഉണ്ട്, ഉച്ചറേറിയ മലയും എന്തിന് കാരണമാകുന്നുണ്ട്? ഈ ഫൈലേറിയാസിന് കാരണമാകുന്നുണ്ട്. ദെൻ റിംഗ് വേംസ് അതിൽ മൈക്രോസ്പോറം, അതുപോലെ ട്രൈക്കോഫൈറ്റൻ ആൻഡ് എപ്പിഡെമോഫൈറ്റൻ ഒക്കെ, അത് ഫംഗൽ ഡിസീസ് ആണ്. ഡ്രൈ സ്കെയിലി ലീഷൻസ് ഓൺ ദ വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡി. ഇത്രയാണ് ഡിഫറെൻറ്റ് ഡിസീസസ്. അതിൻ്റെ ഒരു സമ്മറിയാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഫസ്റ്റ് വൺ ടൈഫോയിഡ് അല്ലേ? ടൈഫോയിഡ് ഫീവർ എന്നൊക്കെ നമ്മൾ പറയും. ഫസ്റ്റ് എന്താ നോക്കുന്നത്? കോസേറ്റീവ് ഏജന്റ് ഓർ ദ പാത്തോജൻ. ഇറ്റ് ഈസ് മെയിൻലി ബൈ സാൽമണല്ല ടൈഫി. ഓർത്തിരിക്കുക, സാൽമണല്ല ടൈഫി കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് ടൈഫോയിഡ് ഫീവർ അഥവാ ടൈഫോയിഡ്. ദെൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇറ്റ് എൻറ്റർ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. എങ്ങനെയാണ്? കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ കാരണം ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് എത്തും. ആൻഡ് മൈഗ്രേറ്റ് ടു അതർ ഓർഗൻസ് ത്രൂ ബ്ലഡ്. എന്നിട്ട് അവിടെ നിന്ന് ബ്ലഡിലൂടെ മറ്റു ഓർഗൻസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യും. ദെൻ ഇവിടെ സിംറ്റംസ് എന്ന് പറയുന്നത് ഹൈ ഫീവർ ആയിരിക്കും, 39 to 40 degrees Celsius, വീക്ക്നെസ്, സ്റ്റൊമക് പെയിൻ, കോൺസ്റ്റിപ്പേഷൻ, ഹെഡ് ഏക്ക്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഒക്കെ കാരണമാകും. ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻസ് ഉണ്ടാകും. അങ്ങനെ സിവിയർ കേസിൽ ഡെത്തിന് വരെ കാരണമാകുന്നുണ്ട്. ദെൻ ഇതിനുപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ടൈഫോയിഡ് എന്ത് കാരണമാണ്? സാൽമണല്ല ടൈഫി ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ആണ് സ്പ്രെഡ് ആവുന്നത്. അതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ന്യൂമോണിയ. ന്യൂമോണിയയുടെയും പാത്തോജൻ എന്ന് പറയുന്നത് ഏതാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഉണ്ട്, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ട്. ഇതൊക്കെയാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. റെസ്പിറേറ്ററി ഡിസീസ് ആണ്. ദെൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എയറോസോൾസ് ഒക്കെ വഴിയാണ്. ദെൻ അതുപോലെ ഷെയറിംഗ് ഗ്ലാസസ് ആൻഡ് യൂട്ടൻസിൽസ് വിത്ത് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. സിംറ്റംസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ഫീവർ, ചിൽസ്, കഫ്, ഹെഡ് ഏക്ക് ഒക്കെ ഉണ്ടാകും. സിവിയർ കേസിൽ ലിപ്സും ഫിംഗർ നെയിൽസ് ഒക്കെ ഗ്രേ ആകും, പിന്നെ ബ്ലൂയിഷ് ഒക്കെ ആയിട്ട് മാറും. നെക്സ്റ്റ് ഈസ് കോമൺ കോൾഡ്. അപ്പം നമ്മൾ പറഞ്ഞ രണ്ടെണ്ണം എന്താണ്? ബാക്ടീരിയൽ ഡിസോർഡർ ആണ്. ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? ന്യൂമോണിയയും അതുപോലെ തന്നെ ടൈഫോയിഡ് ഫീവറും. നെക്സ്റ്റ് ഈസ് കോമൺ കോൾഡ്. കോമൺ കോൾഡിൻ്റെ പാത്തോജൻ എന്ന് പറയുന്നത് റൈനോ വൈറസ് ആണ്. റൈനോ വൈറസ്. ദെൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നോക്കുക, ഇൻഹെയിലിംഗ് ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ എയറോസോൾസ് വഴിയാണ്. കണ്ടാമിനേറ്റഡ് ഒബ്ജക്ട്സ് വഴിയും ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. നേസൽ കൺജഷൻ, ഡിസ്ചാർജ്, സോർ ത്രോട്ട്, കഫ്, ഹെഡ് ഏക്ക്, ടയർഡ്നെസ് ഒക്കെയാണ് ഉണ്ടാകുക. ഇറ്റ് ലാസ്റ്റ് ഫോർ 3 to 7 days. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസാണ് മലേറിയയ്ക്ക് കാരണം ഒരു പ്രോട്ടോസോവനാണ്. മലേറിയ എന്തുകൊണ്ടാണ്? ഒരു പ്രോട്ടോസോവൽ ഡിസീസാണ് മലേറിയ എന്ന് പറയുന്നത്. അതിൻ്റെ 3 സ്ട്രെയിൻസ് നമ്മൾ പറയുന്നത്. പ്ലാസ്മോഡിയം ആണ് ഇവിടുത്തെ മെയിൻ പാത്തോജൻ എന്ന് പറയുന്നത്. ഏതാണ്? പ്ലാസ്മോഡിയം ആണ് എന്തുണ്ടാക്കുന്നത്? മലേറിയ. പ്ലാസ്മോഡിയം ഈസ് എ പ്രോട്ടോസോവൻ. ആൻഡ് ഇവിടെ ഒരു വെക്റ്റർ ഉണ്ട് വിച്ച് ഈസ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. അതും കൂടി ഓർത്തിരിക്കുക. മലേറിയ ഇമ്പോർട്ടൻ്റ് ആണ്. മലേറിയ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൻ ഡിസോർഡർ ആണ്. അതിന് കാരണമായിട്ടുള്ളത് ആരാണ്? പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞ പാത്തോജൻ ആണ്. അതിൻ്റെ ഇവിടെ ഒരു വെക്റ്റർ ആവശ്യമുണ്ട് വിച്ച് ഈസ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. കണ്ടോ? ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനെ ബൈറ്റ് ചെയ്യുന്ന വഴിയാണ് എന്ത് ചെയ്യുന്നത്? അത് ബൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ പാത്തോജൻ
എന്താണ് ഡിസീസ് ഈ വെക്ടറിലോട്ട് എത്തുന്നു. ദെൻ ആ വെക്ടർ ചെന്നിട്ട് വേറെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വലിനെ ബൈറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഇൻ്റർമിറ്റൻറ്റ് ഫീവർ, ചിൽസ്, ഷിവറിങ്, ഹെഡ് ഏക്ക്, വോമിറ്റിംഗ്, മസ്കുലാർ പെയിൻ, ബോഡി പെയിൻ, ഫറ്റീഗ്, ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. നോക്കുക, പാത്തോജൻ ഏതാണ്? പ്ലാസ്മോഡിയം. അതുപോലെ വെക്ടർ ഫീമെയിൽ അനോഫിലസ് മസ്കിറ്റോ. ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൺ ആയിരിക്കും. ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഓഫ് പ്ലാസ്മോഡിയം ഉണ്ട് ഇവിടെ. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. ഇതിൽ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ഇസ് എ മോസ്റ്റ് സീരിയസ് വൺ ആൻഡ് ക്യാൻ ബി ഫേറ്റൽ. അപ്പോൾ ഓർത്തിരിക്കുക, 3 സ്ട്രെയിൻ ഉണ്ട്. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ ആൻഡ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. അതിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ടാക്കുന്നത് ആരാണ്? ഇറ്റ് ഈസ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇവിടെ വെക്ടർ വഴിയാണ്, ബൈ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. ഇവിടെ സിംറ്റംസ് നമ്മൾ പറഞ്ഞു, റിക്കറൻ്റ് ആയിട്ട് ഫീവർ ഒക്കെ വന്നുകൊണ്ടിരിക്കും. സോ ദിസ് ഈസ് ദ സ്റ്റേജസ് ഓഫ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ പ്ലാസ്മോഡിയം. നോക്കിക്കേ, പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. വെൻ ദ മൊസ്കിറ്റോ നോക്കുക, ഇവിടെ നോക്കാം, പാരസൈറ്റ് റീച്ച് ദ ലിവർ ത്രൂ ബ്ലഡ്. പാരസൈറ്റ് നോക്കിക്കേ, ഇത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനെ ബൈറ്റ് ചെയ്തിട്ടുള്ള മൊസ്കിറ്റോ ആണ്. ആ മൊസ്കിറ്റോ ഇഞ്ചെക്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? മൊസ്കിറ്റോ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പാത്തോജനൊക്കെ ആ ഹെൽത്തി ഇൻഡിവിജ്വലിന്റെ ബോഡിയിലെത്തും. എന്നിട്ട് അത് എന്ത് ചെയ്യും? ബ്ലഡ് വഴി ലിവറിലെത്തും. ഇങ്ങോട്ട് ചെയ്യും പാരസൈറ്റിന്റെ സ്പോറോസോയിഡ് സ്റ്റേജ് ആണ്. ഇറ്റ് റീച്ചസ് എ ലിവർ ത്രൂ ബ്ലഡിലോട്ട് ലിവറിലോട്ട് എത്തും. ഏത് വഴി? ബ്ലഡ് വഴി. ആൻഡ് ദ പാരസൈറ്റ് റിപ്രൊഡ്യൂസ് അസെക്ഷലി ഇൻ ദ ലിവർ സെൽസ്. ലിവർ സെൽസിൽ അതിന് അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കും. ബേസ്റ്റിംഗ് ദ സെൽ ആൻഡ് റിലീസിങ് ഇൻ ടു ദ ബ്ലഡ്. അങ്ങനെ അസെക്ഷൽ റിപ്രൊഡക്ഷൻ വഴി എന്ത് ചെയ്യും? അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കും. ദെൻ ആ സെൽ ബേസ്റ്റിംഗ് വഴി ആസെക്ഷൽ റിപ്രൊഡക്ഷൻ സ്റ്റേജ് മുഴുവൻ എങ്ങോട്ട് എത്തും? ബ്ലഡിലോട്ട് എത്തും. ബ്ലഡിലാണ് എന്ത് നടക്കുന്നത്? സെക്ഷൽ റിപ്രൊഡക്റ്റീവ് ഫേസ് നടക്കുന്നത്. പാരസൈറ്റ് റിപ്രൊഡ്യൂസ് അസെക്ഷലി ഇൻ റെഡ് ബ്ലഡ് സെൽസ്, ബേസ്റ്റിംഗ് ദ red blood cells and causing cycles of fever and other symptoms. Released parasites infect new red blood cells. അവിടെ ബ്ലഡ് സെൽസിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ബ്ലഡ് സെൽസ് റപ്ചർ ചെയ്യും. ആ ബ്ലഡ് സെൽസിന്റെ റപ്ചറേഷൻ കാരണമാണ് റിക്കറൻ്റ് ആയിട്ട് ഫീവർ വന്നുകൊണ്ടിരിക്കുക. ദെൻ ഇത് മറ്റു ബ്ലഡ് സെൽസിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ആൻഡ് അവിടെ സെക്ഷൽ സ്റ്റേജസ് ആണ് കാണിച്ചിരിക്കുന്നത്. 2 ടൈപ്പ് ഗാമിറ്റോസൈറ്റ്സ് ഉണ്ട്, ഫീമെയിൽ ആൻഡ് മെയിൽ ഗാമിറ്റോസൈറ്റ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമിറ്റോസൈറ്റ്സിന്റെ റിലീസ് നടക്കുന്നുണ്ട്. ഈ ഗാമിറ്റോസൈറ്റ്സ് എങ്ങോട്ട് ചെല്ലും? ഈ ഗാമിറ്റോസൈറ്റ് ഇത്രയും ഫേസ് ഹ്യൂമണിലാണ്. ദെൻ ഒരു ഫീമെയിൽ മൊസ്കിറ്റോ ടേക്സ് അപ്പ് ഗാമിറ്റോസൈറ്റ്സ് വെൻ ബ്ലഡ് മീൽ. ഇപ്പോൾ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണല്ലോ. ഈ ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വലിനെ ഈ പറയുന്ന വെക്ടർ ബൈറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഈ ഗാമിറ്റോസൈറ്റ് എങ്ങോട്ട് എത്തും? ഈ പറയുന്ന മൊസ്കിറ്റോയിലെത്തും. മൊസ്കിറ്റോയിലാണ് ഇതിന്റെ ഫെർട്ടിലൈസേഷൻ ഒക്കെ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ടേക്ക് പ്ലേസ് ഇൻ ദ മൊസ്കിറ്റോസ് ഗട്ട്. മൊസ്കിറ്റോന്റെ ഗട്ടില്. അതിനുശേഷം എന്ത് സംഭവിക്കും? ഇത് സലൈവറി ഗ്ലാൻഡിലോട്ട്, മൊസ്കിറ്റോന്റെ സലൈവറി ഗ്ലാൻഡിലോട്ട് മൂവ് ചെയ്യും. മെച്വർ ഇൻഫെക്റ്റീവ് സ്റ്റേജസ്. ഇതാണ് മെച്വർ ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. സ്പോറോസോയിറ്റ് ഇറ്റ് എസ്കേപ്പ് ഫ്രം ദ ഗട്ട് ആൻഡ് മൈഗ്രേറ്റ് ടു ദ മൊസ്കിറ്റോസ് സലൈവറി ഗ്ലാൻഡ്. അപ്പോൾ മൊസ്കിറ്റോന്റെ സലൈവറി ഗ്ലാൻഡിൽ സ്പോറോസോയിറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. എഗൈൻ ഈ മൊസ്കിറ്റോ ചെന്ന് വേറൊരാളെ ബൈറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ സ്പോറോസോയിറ്റ്സ് ഇൻജെക്റ്റഡ് ഇൻ ടു ദ ഹെൽത്തി പേഴ്സൺ ആൻഡ് ദ സൈക്കിൾ ഗെറ്റ് റിപ്പീറ്റഡ്. എന്താ സംഭവിക്കുക? സ്പോറോസൈറ്റ് ആണ് ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. അത് ഒരു carrying ഒരു വെക്ടർ അല്ലെങ്കിൽ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ വിച്ച് ക്യാരിങ് ദ സ്പോറോസൈറ്റ്സ് വെൻ ബൈറ്റ് എ ഹെൽത്തി പേഴ്സൺ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ ബ്ലഡ് സർക്കുലേഷൻ. ബ്ലഡിലോട്ട് എത്തും. ബ്ലഡിൽ നിന്ന് അത് എങ്ങോട്ടെത്തും? ലിവറിലെത്തും. ലിവറിൽ അത് അസെക്ഷൽ പ്രൊഡക്ഷൻ നടക്കും. അങ്ങനെ സെൽ ബേസ്റ്റിംഗ് വഴി, ലിവർ സെൽസിന്റെ ബേസ്റ്റിംഗ് വഴി അത് വീണ്ടും ബ്ലഡിലോട്ട് എത്തും. ബ്ലഡിൽ വീണ്ടും അത് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ റെഡ് ബ്ലഡ് സെൽസിന്റെ ബേസ്റ്റിംഗ് ആ സമയത്ത് ഹീമോസോയിൻ എന്ന് പറഞ്ഞൊരു ടോക്സിനൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് റിക്കറൻ്റ് ആയിട്ട് പനിയൊക്കെ ഉണ്ടാകാം. ദെൻ അതിനുശേഷം വീണ്ടും മറ്റു RBCയിലോട്ട് എത്തും. RBCയിൽ വെച്ച് അതിൻ്റെ സെക്ഷൽ റിപ്രൊഡക്റ്റീവ് സൈക്കിൾ നടക്കും. അങ്ങനെ ഫീമെയിൽ ആൻഡ് മെയിൽ ഗാമിറ്റ്സ് ഫോം ചെയ്യും. ആ ഗാമിറ്റോസൈറ്റ്സ് എങ്ങോട്ട് എത്തും? വീണ്ടും മൊസ്കിറ്റോ ബൈറ്റ് ചെയ്യും. അനോഫിലസ് മൊസ്കിറ്റോ, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ബൈറ്റിംഗ് വഴി അതിൻ്റെ ഗട്ടിലെത്തും. ഗട്ടിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഫെർട്ടിലൈസേഷനും ഫർദർ ഡെവലപ്മെൻറ്റും ഒക്കെ നടക്കുക. ആഫ്റ്റർ മെച്ചുറേഷൻ എന്ത് സംഭവിക്കും? അത് ആ മൊസ്കിറ്റോൻ്റെ സലാവറി ഗ്ലാൻഡിൽ ചെന്ന് സ്റ്റോർ ചെയ്യും. ദെൻ വീണ്ടും അത് ബൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ദിസ് ഈസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ പ്ലാസ്മോഡിയം. അപ്പോൾ പ്ലാസ്മോഡിയത്തിൽ പ്ലാസ്മോഡിയം
അപ്പോൾ പ്ലാസ്മോഡിയം ഉണ്ടാക്കുന്ന ഡിസീസാണ് മലേറിയ എന്ന് പറയുന്നത്. 3 സ്ട്രെയിൻസ് ഉണ്ട്, വൈവാക്സ്, ഫാൽസിപ്പാരം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഓർത്തിരിക്കാം. ദെൻ ഫാൽസിപ്പാരമാണ് ഏറ്റവും ഫേറ്റൽ ആയിട്ടുള്ളത്. ദെൻ 2 ഹോസ്റ്റ് ആവശ്യമുണ്ട്, മൊസ്കിറ്റോയും ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ ഹോസ്റ്റും ആവശ്യമാണ്. ആ ലൈഫ് സൈക്കിളിൽ ഇൻഫെക്റ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്പോറോസോയിറ്റ് ആണ്. ഇത്രയും ഫീച്ചേഴ്സ് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ഈസ് അമീബിയാസിസ്. അമീബിയാസിസ് ഈസ് ഓൾസോ നോൺ ബൈ ദ നെയിം അമീബിക് ഡിസെൻട്രി. അമീബിയാസിസ് എന്ത് പേരിലും അറിയപ്പെടുന്നുണ്ട്? അമീബിക് ഡിസെൻട്രി എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇവിടെയും പാത്തോജൻ എന്ന് പറയുന്നത് പ്രോട്ടോസോവൻ ആണ്. മലേറിയൽ ഡിസോർഡർ എന്താണ്? ഒരു പ്രോട്ടോസോവൻ ഡിസോർഡർ ആണ്. പ്ലാസ്മോഡിയം ആണ് അതിന് കാരണം. ഇതും ഒരു പ്രോട്ടോസോവൻ ഡിസോർഡർ ആണ്, അമീബിയാസിസ് അഥവാ അമീബിക് ഡിസെൻട്രി എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ പാത്തോജൻ ഈസ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. അമീബിയാസിസ് ഓർ അമീബിക് ഡിസെൻട്രി ഈസ് ഡ്യൂ ടു ദ പ്രോട്ടോസോവൻ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ആൻഡ് ഇവിടെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ത്രൂ ദ വെക്ടർ ഹൗസ് ഫ്ലൈ. മെക്കാനിക്കൽ കാരിയർ ആണ് ഹൗസ് ഫ്ലൈ എന്ന് പറയുന്നത്. അത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. സിംറ്റംസ് എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും, അബ്ഡോമിനൽ പെയിൻ, അബ്ഡോമിനൽ ക്രാംസ്, സ്റ്റൂൾ വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്. അമീബിക് എൻസെഫലൈറ്റിസ് എന്നും അറിയപ്പെടുന്നുണ്ട്. അമീബിക് എൻസെഫലൈറ്റിസ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ഹെൽമൻ ഡിസീസ് ആണ്. ഹെൽമൻ ഡിസീസ് വിച്ച് ഈസ് അസ്കാരിയാസിസ്. അസ്കാരിയാസിസ് എന്ന് പറയുന്നത് ഒരു ഹെൽമെന്റ് ആണ്. ഓക്കെ, അസ്കാരിസ് ആണ് അസ്കാരിയാസിസിന് കാരണം. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇൻഡസ്റ്റൈനൽ പാരസൈറ്റ്. ഇൻഡസ്റ്റൈനൽ പാരസൈറ്റ്, അപ്പോൾ ഇൻഡസ്റ്റൈനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. അസ്കാരിസ് ആണ് എന്തിന് കാരണം? അസ്കാരിയാസിസിന് കാരണം. ഇവിടെയും കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴിയാണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് സോയിൽ, വാട്ടർ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇതൊക്കെ വഴിയാണ് പാസ് ചെയ്യുന്നത്. സിംറ്റംസ് എന്ന് പറയുന്നത് ഇൻഡസ്റ്റൈൻ ആണ് അല്ലേ, അപ്പോൾ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാകും, മസ്കുലാർ പെയിൻ ഉണ്ടാകും, അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകും, അബ്ഡോമിനൽ ക്രാംസ്, ഫീവർ, അനീമിയ, ഇതൊക്കെ കാരണമാകും. നെക്സ്റ്റ് ഈസ് എലിഫന്റിയാസിസ് ഓർ ഫൈലേറിയാസിസ്. ഇതാണ് എലിഫന്റിയാസിസ് ഓർ ഫൈലേറിയാസിസ്. ഇതിന് കാരണം ഫൈലാറിയൽ വേം ആണ്. ഫൈലാറിയൽ വേം. ഇവിടെയും 2 സ്ട്രെയിൻ ഉണ്ട്. ഉച്ചറേറിയ ബാങ്ക്രോഫ്റ്റിയും ഉണ്ട്, ഉച്ചറേറിയ മലായി. ഇങ്ങനെ 2 സ്ട്രെയിൻ ആണ് എന്തിന് കാരണം? ഫൈലേറിയാസിസ് അഥവാ എലിഫന്റിയാസിസിന് കാരണം. ഉച്ചറേറിയ ഒരു ഫൈലേറിയൽ വേം ആണ്. 2 സ്ട്രെയിൻ ഉണ്ട്, ഉച്ചറേറിയ ബാങ്ക്രോഫ്റ്റിയും അതുപോലെ തന്നെ ഉച്ചറേറിയ മലായി. ഇതിനിവിടെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നോക്കാം. ബൈറ്റ് ഓഫ് ഫീമെയിൽ മൊസ്കിറ്റോ വെക്ടർ. ഫീമെയിൽ മൊസ്കിറ്റോ വെക്ടർ വഴിയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്? ഫൈലേറിയാസിസ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇവിടെ സിംറ്റംസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ലിംഫ് വെസൽസിനെയാണ് അഫക്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്താണ് പറയുക, ലിംസിൻ്റെ ഒക്കെ ലിംഫാറ്റിക് വെസൽസ് ഒക്കെ ബൾജ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാകും, ഇൻഫ്ലമേഷൻസ് ഉണ്ടാകും. ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓർഗൻസ് ഇൻ വിച്ച് ദേ ലിവ് ഫോർ മെനി ഇയേഴ്സ്. ആൻഡ് ലിംബ് ആൻഡ് ജെനൈറ്റൽ ഓർഗൻസ് ഒക്കെയാണ് ഡിഫോർമേഷൻ. കണ്ടോ, ഇതാണ് ഫൈലേറിയാസിസിന് കാരണം. ഇങ്ങനെയായിരിക്കും. ലിംഫ് വെസൽസ് ഒക്കെ ഇൻഫ്ലമേറ്റഡ് ആയിട്ടാണ് ഈ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഫൈലേറിയൽ വാം. ആൻഡ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള വെക്ടർ ക്യൂലെക്സ് മൊസ്കിറ്റോ ആണ്. ക്യൂലെക്സ് മൊസ്കിറ്റോ. അനോഫിലസ് ഏതായിരുന്നു? മലേറിയ. ആൻഡ് ഉച്ചറേറിയ ബാങ്ക്രോഫ്റ്റി മലേറിയ ഒക്കെയാണ് ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ പാത്തോജൻ എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് ഉച്ചറേറിയ ബാങ്ക്രോഫ്റ്റി ആൻഡ് ഉച്ചറേറിയ മലായി, ഫൈലേറിയൽ വേംസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ഡിസീസ് എന്ന് പറയുന്നത് ഫംഗൽ ഡിസീസ് ആണ്, കോസ്ഡ് ബൈ റിംഗ് വേംസ്. റിംഗ് വേംസ് എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് വരുന്ന പാത്തോജൻസ് മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ ആൻഡ് എപ്പിഡെർമോഫൈറ്റൻ. ഓർത്തിരിക്കുക ഏതൊക്കെയാണ്? മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ. ഇത് നമ്മുടെ നെയിൽസിൽ, അതുപോലെ തന്നെ എന്താ പറയുക ഹെയറിൽ ഇപ്പോൾ നമ്മൾ പറയില്ലേ താരൻ എന്നൊക്കെ പറയുന്നത് എന്ത് കാരണമോ? റിംഗ് വേം ഇൻഫെക്ഷൻ ആണ് മെയിനായിട്ട്. ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഫ്രം സോയിൽ ഓർ ബൈ യൂസിങ് ടവൽ, ക്ലോത്ത്സ്, കോംബോ ഓഫ് ദ ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വൽ. അതുപോലെ ഹീറ്റ് ആൻഡ് മോയ്സ്ചർ. ഫംഗൈ എപ്പോഴും എവിടെ ഉണ്ടാവാം? ചൂടും തണുപ്പൊക്കെ ഉള്ള ഒരു പ്രദേശത്തായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവാം. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഡ്രൈ സ്കെയിലി ലീഷൻ ഓൺ ദ സ്കിൻ, നെയിൽ, സ്കാൽപ്പ്, അതുപോലെ ഭയങ്കര ഇച്ചിങ് ഒക്കെ ആയിരിക്കും ഈ റിംഗ് വേം ഇൻഫെക്ഷനിൽ മെയിനായിട്ട് കാണാം. ദെൻ ഇങ്ങനെയുള്ള ഡിസീസിൻ്റെ ഒക്കെ പ്രിവെൻഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന? പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ പബ്ലിക് ഹൈജീൻ, വേസ്റ്റൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക, എക്സ്ക്രീറ്റി ഒക്കെ, പീരിയോഡിക് ക്ലീനിങ്, ഡിസിൻഫെക്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കാറ്. സോഴ്സ്, പൂൾസ്, ഇങ്ങനെയുള്ള കോമൺ ഏരിയ ഒക്കെ എപ്പോഴും പ്രോപ്പറായിട്ട് ക്ലീനിങ് ഒക്കെ നടത്തുക.
ദെൻ വെക്ടേഴ്സ് വഴി സ്പ്രെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെക്ടറിൻ്റെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ കുറയ്ക്കാനായിട്ട് നോക്കുക. സ്റ്റാഗ്നേഷൻ ഓഫ് ദ വാട്ടർ, സ്റ്റാഗ്നൻ വാട്ടർ ഒക്കെ അവോയ്ഡ് ചെയ്യുക, റെഗുലറായിട്ട് ക്ലീൻ ചെയ്യുക, യൂസ് ഓഫ് മോസ്കിറ്റോ നെറ്റ്സ്, അതുപോലെ ഇൻസെക്ടിസൈഡ്സിൻ്റെ സ്പ്രേയിങ്, ഫിഷസ് ഏതൊക്കെയാണ് ഗാംബൂഷിയാനൊക്കെ നമ്മൾ വെള്ളമുള്ള ഏരിയയിലോട്ട് പോണ്ടിലോട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, ഈ ഗാംബൂഷ്യ പോലെയുള്ള ഫിഷസ് ഒക്കെ മൊസ്കിറ്റോൻ്റെ ലാർവേനെയൊക്കെ ഫീഡ് ചെയ്തോളും. That's all about the different diseases caused by different pathogens like viruses, bacteria, then protozoans and different worms and fungus. Thank you.